ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ പെട്ടെന്ന് ഒന്ന് ബ്രഷ് എടുത്തിട്ട് വേറെ പണിയൊന്നുമില്ല, പല്ലിയാക്കാൻ വേണ്ടിയുള്ള ഇറങ്ങിയത്. നോക്കിയപ്പോൾ പേസ്റ്റ് മേടിച്ച്, പിന്നെ ഒന്നും നോക്കിയില്ല, കുറേ നേരം തേച്ചുകൊണ്ടിരുന്നെങ്കിൽ പിന്നെ നേരെ തേച്ചൊക്കെ കഴിഞ്ഞാൽ നേരെ അകത്തോട്ട് കയറി ഒന്ന് ബ്രഷൊക്കെ കൊണ്ട് വെച്ച് ചേച്ചിയോട് അടുക്കളോട്ട് പോകുന്നത് ഈ ചക്കൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. അതൊന്നും നടത്തില്ല. പിന്നെ ചേച്ചി അവിടെ പാൽ എളുപ്പിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം അവിടെ മറയുന്നു നിന്ന് ചേച്ചി ഫോണിൽ നോക്കിയിരിക്കും. പിന്നെ അവൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് അവിടെ കൊച്ചു കൊച്ചാണ് നിൽക്കുന്നത്. ആ കൊച്ചിനെ നോക്കിയാണ് ഇവൻ നിൽക്കുന്നത് കോഴിക്കുഞ്ഞ്. പിന്നെ ഒന്ന് നോക്കി നേരെ മുടി ചെയ്താൻ വേണ്ടി നേരെ റൂമിലോട്ട് വന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടി നേരെ നിന്നു. അപ്പോൾ അവന് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുക. അപ്പോൾ ഞാൻ കൈവക്കി ടാറ്റ അടിക്കാൻ പോയപ്പോൾ അവൻ കൈവക്കി കളിക്കും. പിന്നെ ചായ തന്നപ്പോൾ ഞാൻ നോക്കി എന്നാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാന്ന് വെച്ച് വെളിയിലോട്ട് ഇറങ്ങി. കത്തിയൊക്കെ ഇട്ട് വെളിയിലോട്ട് ഇറങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ വണ്ടന ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ അങ്ങനെ നേരെ ഇലയൊക്കെ ഞാൻ തന്നെ മുറിച്ച് ചേച്ചിക്ക് കയ്യെത്തത്തോണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അതുകൊണ്ട് നേരെ ഇലയൊക്കെ മുറിച്ച് സെറ്റ് ചെയ്ത് 2 ഇല വേണമായിരുന്നു. 2 സെറ്റ് ചെയ്ത് കുറേ നേരമായിട്ട് ഇല മുറിക്കാൻ നോക്കിയിട്ട് അത് മുറിയുന്നുമില്ല. അച്ഛമ്മയുടെ കത്ത് ചെയ്യാണ്ട് അത് മുറിയത്തുമില്ല. അച്ഛമ്മയുടെ അതിൻ്റെ ഇടയ്ക്ക് അത് മുറിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെയോ അത് മുറിച്ചെടുത്ത് നേരെ പിന്നെ ഇലയൊക്കെ കട്ട് ചെയ്ത് സെറ്റായി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇലയായിട്ട് അകത്തോട്ടങ്ങ് കയറി. അതിലൊരു ചേച്ചി പറഞ്ഞ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇതിലൂടെ വെച്ച്. പിന്നെ ചേച്ചി വന്ന് നേരെ ഞങ്ങൾ അടുക്കളയൊക്കെ തുറന്ന് നേരെ പടിഞ്ഞാപ്പുറം വന്ന് പൈപ്പിൽ ഇലയൊക്കെ കഴിയപ്പോൾ ആൾക്കൊരു മോഹം എനിക്ക് പൊതിച്ചോറ് വേണമെന്ന്. പിന്നെ അവന് പൊതിച്ചോറൊന്നും കൊടുക്കാൻ പറ്റിയില്ല. നേരെ പിന്നെ ഞങ്ങൾ 2 ഇലയൊക്കെ കഴുകിയിട്ട് ഉണക്കാനൊക്കെ വെച്ച് ഉണക്കിയൊക്കെ സെറ്റാക്കി. ഒരില ഉണങ്ങി കിട്ടിയുള്ളൂ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് ബിന്ദുമ്മ വന്നിട്ട് അത് ബിന്ദുമ്മ എന്തൊക്കെയോ ചെയ്ത് പിന്നെ അത് അതും നേരെ ഉണക്കി. അവനാണെങ്കിൽ വെളിയാ പെണ്ണെ നോക്കിയെങ്കിൽ പിന്നെ 2 ഇലയും സെറ്റാക്കി ചോറും റെഡിയായി. നേരെ പിന്നെ അങ്ങ് വിളമ്പാൻ തുടങ്ങി. 2 ഇലയിലും വിളമ്പാൻ തുടങ്ങി. 2 ഇലയും വിളമ്പി കറിയും ഇട്ട് നേരെ അത് പിന്നെ പൊതിഞ്ഞെന്ന് പറഞ്ഞാൽ വായിലിട്ട് ആദ്യം പൊതിഞ്ഞത്. പിന്നെ നേരെ പേപ്പറിലിട്ട് പൊതിഞ്ഞ് ഞാൻ പിന്നെ നേരെ ഓടി ഡബർ ബാൻഡൊക്കെ എടുത്ത് സെറ്റാക്കി 2 എടുത്ത് നേരെ സെറ്റാക്കി ബിന്ദുമ്മയുടെ കൊണ്ട് കൊടുത്ത്. അതിന് ബിന്ദുമ്മയെ നേരെ ഡബർ ബാൻഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ബിന്ദുമ്മ നേരെ വെളിയിൽ പോയിട്ടുണ്ട്. അവിടെ ആൾക്കാരുണ്ട്, അവരുടെ കൊണ്ടും കൊടുത്ത് ചോറൊക്കെ കൊണ്ട് കൊടുത്ത്. അപ്പോൾ നമുക്കത് പിന്നെ ഓക്കെ. പിന്നെ ഒന്നും നോക്കിയിട്ട് നേരെ അച്ഛൻ പിന്നെ വിളിക്കുന്നു. പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കപ്പ ഇരുന്ന് എടുക്കാൻ പാടില്ല. നേരെ അത് വലിച്ചിട്ട് വരുന്നില്ല. പിന്നെ 2 വലി വലിച്ചപ്പോൾ അത് പിന്നെ അങ്ങ് വന്നു. പിന്നെ കുറേ നേരം ആ കപ്പയുടെ പുറകെ കപ്പയൊക്കെ നോക്കി നിന്ന് അവനും എന്തൊക്കെയോ പറയുന്നുണ്ട് അച്ഛമ്മന്. പിന്നെ ഒന്നും നോക്കിയില്ല, കപ്പയൊക്കെ ആയിട്ട് നേരെ അകത്തോട്ട് പോയിട്ട് നേരെ അകത്തോണ്ട് റൂമിൽ ബിന്ദുമ്മ കിടന്ന് നേരെ റൂമിൽ അവിടെ കൊണ്ടങ്ങ് സൈഡിൽ കൊണ്ടങ്ങ് വെച്ച്. പിന്നെ നേരെ വെളിയിലോട്ട് വന്നു. ഒരു കപ്പയും കൂടെ ഉണ്ടായിരുന്നു. അത് പിന്നെയും എടുക്കാൻ വേണ്ടി പിന്നെയും വെളിയിലോട്ട് വന്ന് നേരെ ആ കപ്പ എടുത്ത് നേരെ കഴുകി അതും കൊണ്ട് നേരെ പിന്നെ അകത്തോട്ട് കയറി. നേരെ അകത്തോട്ട് അതും കൊണ്ട് വെച്ച് നേരെ കൈയൊക്കെ തുറക്കാൻ വേണ്ടി നേരെ